ഈ പോലീസ് സ്റ്റേഷന്റെ പരിസരത്തൊക്കെ തന്നെ ഉണ്ടമ്മേ. ആ അത് നന്നായി. അല്ല എന്തായി കാര്യങ്ങള്? എന്താവാൻ, എസ് ഐ നമ്മുടെ സ്വന്തം ആളല്ലേ. ആവശ്യത്തിന് പണം ഞാൻ ഭാര്യ അറിഞ്ഞിട്ടുണ്ട്. അവളെ കൊടുക്കാൻ പറ്റിയില്ലല്ലോ എന്നോർത്തുള്ള വിഷമം മാത്രമേ ഉള്ളൂ എനിക്ക്. ഋതികയെ കുരുക്കാനുള്ള ഒരു കെണി നീ ഒരുക്കി വെച്ചോ? രാജു ജയിലിലായതുകൊണ്ട് ഇനി അവളെ സംരക്ഷിക്കാൻ ആരുമില്ലല്ലോ. ഈ അവസരം നമ്മൾ ഉപയോഗിക്കുന്നു. ശരിയമ്മേ, ഞാൻ വേണ്ടത് ചെയ്തോളാം. ആ ദീപകെ, ഒരു കാര്യം, അടുത്ത കാലത്തൊന്നും രാജു ജയിൽ മോചിതനാവരുത്. കുറഞ്ഞതൊരു 2-3 വർഷത്തേക്കെങ്കിലും അവൻ പുറം ലോകത്തേക്ക് വരരുത്. ആ കാലയളവിനിടയിൽ നമുക്ക് ലഭിക്കാൻ പോകുന്നത് സുവർണ ദിവസങ്ങളാ. അതെ അമ്മേ, അവൻ അകത്ത് കിടക്കുന്ന സമയം കൊണ്ട് ഋതികയും അതുവഴി അമ്മാവന്റെ സ്വത്തും ഞാൻ സ്വന്തമാക്കും. എല്ലാം നടക്കൂടാ മോനെ, നീ ധൈര്യമായിട്ടിരിക്കെ. പിന്നെ ആദ്യം നീ അവൾക്കൊരു കെണി വെച്ച് കൊടുക്ക്. അത് ഞാൻ ഏറ്റമ്മേ. ഹലോ, കാറിടിച്ച് ഒരാളെ കൊല്ലാറാക്കിയിട്ടിട്ട് നീ നിന്റെ അച്ഛന്റെ പിയുടെ തലയില് ആ കുറ്റം കെട്ടിവെച്ച് സ്വതന്ത്രമായിട്ട് നടക്കാന്ന് വിചാരിച്ചോ? ആരാ നിങ്ങള്? നിങ്ങൾക്ക് ഇതൊക്കെ എങ്ങനെ അറിയാം? ഞാൻ ആരാണെന്നുള്ളതൊക്കെ അവിടെ നിൽക്കട്ടെ. നീയാണ് ആക്സിഡന്റ് ഉണ്ടാക്കിയെന്ന് പുറം ലോകം അറിഞ്ഞാ എന്താ ഉണ്ടാവും നിനക്കറിയോ? നിങ്ങൾ ആരാ? നിങ്ങൾക്കിപ്പോ എന്താ വേണ്ടത്? നിങ്ങൾ ഞാനാണ് ആക്സിഡന്റ് ഉണ്ടാക്കിയതെന്ന് പുറം ലോകത്തോട് വിളിച്ചു പറഞ്ഞ രാജു ജയിൽ മോചിതനാവും. എനിക്കും അത് തന്നെയാ വേണ്ടത്. നിങ്ങള് ഞാനാണ് ആക്സിഡന്റ് ഉണ്ടാക്കിയതെന്ന് പറഞ്ഞ എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. ഓ, അവനെ രക്ഷപ്പെടുത്താൻ നീ അത്രയൊക്കെ ചെയ്യൂ? നീ ദീപക്കാണോ? ദീപക്കോ? അതാരാ? അതാരെങ്കിലും ആവട്ടെ. ഞാൻ നിന്റെ ഫോണിലേക്ക് ഒരു വീഡിയോ അയച്ചിട്ടുണ്ട്. ആ വീഡിയോ ഒന്ന് കണ്ടുനോക്ക്. ഹലോ,